വറുതിക്കിടയിൽ ആശ്വാസവുമായി എം.എ. യൂസഫ് അലി. നാട്ടികയിലെ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. നാട്ടികയിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് സഹായവുമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം.എ. യൂസഫ് അലി. കാലവർഷവും ട്രോളിംഗ് നിരോധനവും തുടങ്ങിയതോടെ വറുതിയിലായ മത്സ്യബന്ധന തൊഴിലാളി കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം നടത്തിയാണ് എം.എ. യൂസഫ് അലി സഹായവുമായി എത്തിയത്. അരിയും പലവ്യഞ്ജന സാധനങ്ങളും ഉൾപ്പെടുന്ന ഭക്ഷ്യക്കിറ്റാണ് മത്സ്യത്തൊഴിലാളികൾക്കായി വിതരണം ചെയ്തത്. നാട്ടിക ബീച്ചിൽ നടന്ന ചടങ്ങിൽ ഗീതാഗോപി എം.എൽ.എ. ഭക്ഷ്യക്കിറ്റിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കാലങ്ങളായി എം.എ. യൂസഫ് അലി ജന്മനാട്ടിലെ നാട്ടുകാർക്കായി വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ട സഹായ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. മത്സ്യത്തൊഴിലാളികളെ ചേർത്ത് പിടിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും ഗീതാഗോപി കൂട്ടിച്ചേർത്തു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി. ബിനു അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് കെ. എ. ഷൗക്കത്ത് അലി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി. എം. സിദ്ദിഖ്, വാർഡംഗം സിനി രാജീവ്, ലുലു ഗ്രൂപ്പ് എം.ഡിയുടെ സെക്രട്ടറി ഇ. എ. ഹാരിസ്, ലുലു മീഡിയ ഹെഡ് എൻ. പി. സ്വരാജ്, കൊടിയമ്പുഴ ദേവസ്വം സെക്രട്ടറി കെ. പി. നാരായണൻ, മത്സ്യബന്ധന തൊഴിലാളികൾ പ്രതിനിധി സുബൈർ നാട്ടിക എന്നിവർ സ്വന്തം ജനിച്ച നാടിന്റെ ജനങ്ങളുടെ ഹൃദയം തൊട്ടറിഞ്ഞിട്ടുള്ളൊരു വ്യക്തിത്വം. സാമാന്യം ഞാൻ കണ്ടതിലൊക്കെ ഏറ്റവും മഹത്തായ വ്യക്തിത്വം യൂസഫ് അലി സാറിന്റെ ഈ നന്മ നിറഞ്ഞ പ്രവർത്തനം തീർച്ചയായിട്ടും അഭിനന്ദനീയമാണ്. എനിക്ക് സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാൻ ഒറ്റ കാര്യമുള്ളൂ. ഞാൻ 2011 MLA ആയി ഇവിടെ ചുമതലെടുത്തപ്പോൾ ആ ചുമതല ഞാൻ നിയമസഭാ അംഗം എന്ന നിലയിൽ സത്യപ്രതിജ്ഞയ്ക്ക് പോകുമ്പോൾ ഞാൻ അദ്ദേഹത്തുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. അന്ന് എൻ്റെ പാർട്ടി ലീഡറായിട്ടുള്ള മുൻ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയിരുന്നുള്ള സുഭാഷ് ചന്ദ്ര മാഷിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒറ്റ കാര്യമാണ് എൻ്റെ അടുത്ത് സൂചിപ്പിച്ചത്. MLA, ഈ കസേര നമുക്ക് അലങ്കാരമാവരുത്. എത്ര വലിയ ഉന്നത കസേര കിട്ടിയാലും നാട്ടിലെ ജനങ്ങൾ നൽകിയതാണ് എന്നൊരു ഓർമ്മ എന്നും ഉണ്ടാവും. എനിക്കൊരൊറ്റ കാര്യം മാത്രമേ MLAയോട് പറയാനുള്ളൂ. മത്സ്യത്തൊഴിലാളി മേഖലയാണ്. നിഷ്കളങ്കരായ ഞങ്ങളുടെ ജനങ്ങൾ, നിങ്ങൾ ഗുരുവായൂരിൽ നിന്ന് വന്ന ഒരു MLA, ആ നിലയിൽ എനിക്ക് പറയാൻ ഒറ്റ വാക്കുള്ളൂ. ഈ മത്സ്യത്തൊഴിലാളി മേഖലയ്ക്കും കുടുംബങ്ങൾക്കും തീരദേശ മേഖലയിൽ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കും. അതുകൊണ്ട് കുടിവെള്ളം ഉറപ്പുവരുത്താൻ ഈ തീരദേശ മേഖലയിൽ വലിയൊരു ജനകീയ ഇടപെടൽ നടത്തണം. അതിനെല്ലാ പിന്തുണയും എനിക്ക് ആ സന്ദർഭത്തിൽ പറയണ്ടായി. ഞാൻ സാറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാൻ ഒറ്റ കാര്യം മാത്രമാണ്. നിഷ്കളങ്കരായ ജനങ്ങളുടെ മുന്നിൽ അവർ നൽകിയ അധികാര കസേര അലങ്കാരമല്ല എന്ന ഓർമ്മപ്പെടുത്തൽ ഇന്നും ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇപ്പോൾ ഞാൻ എൻ്റെ ജനങ്ങളുടെയും എൻ്റെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളോടും ഞാൻ പറയുന്നു, ഈ നാടും ഈ തീരമണ്ണും ജനിച്ചു വളർന്ന വ്യക്തിത്വം യൂസഫ് അലി സാറിനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രമാണ് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്നത് പറയാൻ വാക്കുകളില്ല, അളവറ്റ രീതി. ആയുരാരോഗ്യ സൗഖ്യത്തോടെ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി. ഞാൻ എൻ്റെ വ്യക്തിപരമായി പറയാൻ ആഗ്രഹിക്കുക, ജനങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും തിരിച്ചറിയുന്ന ഒരു വ്യക്തിത്വം.
വിശേഷ ദിവസങ്ങളൊക്കെ വന്നാൽ അദ്ദേഹം പള്ളിയിൽ പോയി തിരിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് വന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മ. സ്വന്തം വാപ്പയും ഉമ്മയും അമ്മയും അച്ഛനെയും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന മക്കൾ ആര് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയണം, ജനിപ്പിച്ച അച്ഛനെയും അമ്മയും ഞാൻ സംരക്ഷിച്ചു എന്ന്. ആ ആർജവം ജനിക്കുന്ന ഓരോ മക്കൾക്കും വളരുന്ന ഓരോ തലമുറകൾക്കും ഉണ്ടാവണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ. ഇന്ന് നമ്മുടെ കാലങ്ങൾ അങ്ങനെയാണ്. ആ ജീവിതയാത്രയിൽ പോയ ഒട്ടനവധി കുടുംബങ്ങൾക്ക് നൽകുന്ന സന്ദേശം എത്രമാത്രം വളവറ്റതാണെന്നൊന്ന് ചിന്തിച്ചു. നമ്മുടെ തൃശ്ശൂരിൽ ഒരു വലിയ വെടിക്കെട്ട് അപകടം ഉണ്ടായത് കഴിഞ്ഞ ദിവസമാണ്. അതിൽ മരിച്ചവർക്കും പരിക്കേറ്റവർക്കുമായി സാമ്പത്തിക സഹായം വിതരണം ചെയ്തു. ഇതിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സുബീറിൻ്റെ കത്ത്, നാട്യക്കാരൻ്റെ ഒരു കത്ത് യൂസുഫായുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. കഴിഞ്ഞ വർഷം കൊടുത്തു, അപ്പം തന്നെ അതിനുള്ള നടപടികൾ സ്വീകരിച്ചു. ഈ വർഷവും ഇതിവിടെ നൽകുകയാണ്. നേരത്തെ സംസാരിച്ച പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ നമ്മുടെ ഈ നാട്ടിലെ മറ്റ് ആവശ്യരായ ജനങ്ങളെയും ഉൾപ്പെടുത്തണമെന്ന അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം ഞാൻ ഹാരിസും കൂടി യൂസുഫായുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഇപ്പോൾ നമ്മളിവിടെ നൽകുന്നത് ഈ മേഖലയിലെ മത്സ്യഫെഡിൽ അംഗങ്ങളായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾക്കാണ് ഇപ്പോൾ നമ്മൾ വിതരണം ചെയ്യുന്നത്. നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ചവരെല്ലാവരും പറഞ്ഞതുപോലെ ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ വളരെ കഠിനമേറിയതാണ്. കാരണം കടൽ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. അപ്പോഴാണ് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട അവശരായ ആളുകൾ ബുദ്ധിമുട്ടുന്നത്. ഈ ഒരു അവസരത്തിലാണ് ഇത്തരത്തിലുള്ള ആളുകൾക്ക് നമ്മളിവിടെ ഇന്ന് സഹായം നൽകുന്നത്. ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നിങ്ങളെല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം. യൂസഫലിക്ക നമ്മുടെ നാട്ടിന് പുറത്തൊക്കെ ചെയ്യുന്ന സേവനങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയേണ്ട കാര്യമില്ല. ആരും അറിയുന്നതിനേക്കാളും മുമ്പ് നമ്മളത് അറിയും. അതുപോലെ അദ്ദേഹം നമ്മൾ അറിഞ്ഞും അറിയാതെയും നിരവധി പാവങ്ങളെയാണ് സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് നമുക്ക് എല്ലാവർക്കും ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം.